ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഇതിവൃത്തം മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഭൂമിയിൽ വരുമോ എന്നതിനെ പറ്റിയാണ്. പുരാതന കാലം മുതൽ പിശാചുക്കളെയും മരിച്ചുപോയവരുടെ ആത്മാക്കളെയും മനുഷ്യർ ഭയപ്പെടുന്നു. മരിച്ചുപോയവരുടെ ആത്മാക്കളെക്കുറിച്ച് തെറ്റായ അനേകം വിശ്വാസങ്ങൾ പരക്കെ മനുഷ്യരുടെ ഇടയിലുണ്ട്. അതിനാൽ ഈ വിഷയം തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ മന്ത്രവാദികളും വെളിച്ചപ്പാടന്മാരും പിശാചുക്കളെ ഒഴിപ്പിച്ചു വിടാറുണ്ട്. മന്ത്രവാദികളും മായാജാല വിദ്യകൾ കാണിക്കുന്നവർ പലരും മരിച്ചവരുമായി തങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെന്നും അവകാശപ്പെടാറുമുണ്ട്. പിശാചു ബാധ ഉള്ളവർ പലരും മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അതേ ശബ്ദത്തിൽ സംസാരിക്കാറുണ്ട്. അവരുടെ പൂർവ്വ കഥകൾ തെറ്റുകൂടാതെ പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യരുടെ ഭാവിയും തെറ്റുകൂടാതെ പറയും. ഇതെല്ലാം കാണുമ്പോൾ മരിച്ചവർ ഭൂമിയിൽ മടങ്ങി വരുമോ, അവരുടെ ആത്മാക്കളോട് നമുക്ക് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉദിച്ചു വരുന്നതാണ്. തിരുവെഴുത്തുകളിലൂടെ ഈ വിഷയം നമുക്ക് പരിശോധിക്കാം. ശമൂവേലിൻ്റെ ആത്മാവ് വെളിച്ചപ്പാടത്തിയുടെ മുൻപിൽ. 1 ശമൂവേൽ 28 അധ്യായം അതിൻ്റെ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ശമൂവേലിൻ്റെ മരണശേഷം ഒരവസരത്തിൽ ശൗൽ ഫെലിസ്ത്യ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു. അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചു. പക്ഷേ ദൈവം അവന് സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ തുമീം കൊണ്ടോ പ്രവാചകന്മാരിലൂടെയോ ഉത്തരം നൽകിയില്ല. അങ്ങനെ ശൗൽ ഏദോരിലുള്ള വെളിച്ചപ്പാടത്തിയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാടത്തിയുടെ അടുക്കലുണ്ടായ സംഭവമാണ് 1 ശമൂവേൽ 28 അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആരെ വരുത്തി തരേണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തണമെന്ന് അവൻ പറഞ്ഞു. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ശൗലിനോട്, നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട്, അവൻ്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ അത് ശമൂവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു. ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരം അരുളുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്നും എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിച്ചു എന്നുത്തരം പറഞ്ഞു. അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജ്യത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ യഹോവയുടെ കൽപ്പന കേട്ടില്ലല്ലോ. അമാലേക്കിൻ്റെ മേൽ അവൻ്റെ ഉഗ്ര കോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഈ കാര്യം നിന്നോട് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് ശൗൽ നെടുനീളത്തിൽ നിലത്ത് വീണ് ശമൂവേലിൻ്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടു പോയി. അവനിലൊട്ടും ബലമില്ലാതെയായി. അന്ന് രാവും പകലും മുഴുവൻ അവനൊന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ വേദപഠിതാക്കളുടെ മധ്യത്തിൽ 2 വിധ അഭിപ്രായങ്ങളുണ്ട്. ആദ്യത്തേത്, വെളിച്ചപ്പാടത്തി ശമൂവേലിനെ വിളിച്ചപ്പോൾ അധോലോകത്തിൽ നിന്ന്, അതായത് അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമിച്ചിരുന്ന ശമൂവേൽ വെളിച്ചപ്പാടത്തിയുടെ മുൻപിൽ വന്നു ശൗലിനോട് സംസാരിച്ചു എന്നും, രണ്ടാമത്തെ അഭിപ്രായത്തിൽ ഒരു പിശാച് ശമൂവേലിൻ്റെ വേഷത്തിൽ വെളിച്ചപ്പാടത്തിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ശൗലിനോട് സംസാരിച്ചതാണ് എന്നുമാണ് രണ്ടാമത്തെ ആശയം. ഇന്ന്
പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ഈ രണ്ടാമത്തെ ആശയത്തെയാണ്. കാരണം പിശാചിന് ഏതു വേഷം കെട്ടുവാനും സാധിക്കും. മരിച്ചുപോയവരുടെ രൂപവും ശബ്ദവും എല്ലാം അവനറിയാം. ഭാവിയെക്കുറിച്ച് പറയുവാനും അവന് സാധിക്കും. വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ സാക്ഷാൽ ശമൂവേൽ അല്ല വന്നതെന്ന് ചില തെളിവുകൾ നോക്കാം. ശമൂവേലിനെ ശരിക്കും കാണുന്നത് വെളിച്ചപ്പാടത്തെയാണ്. ശൗൽ കണ്ടിട്ടില്ല. ശൗൽ സ്ത്രീയുടെ വാക്കുകൾ കേട്ടതേയുള്ളൂ. കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ആരാണെന്ന് ശൗലിന് ബോധ്യമായി. ഭൂമിയിൽ നിന്ന് കയറി വരുന്ന വൃദ്ധൻ ഒരങ്കി ധരിച്ചിരുന്നു. അങ്കിയും വസ്ത്രവുമെല്ലാം ഭൗതിക ശരീരം മറയ്ക്കാനുള്ള വസ്ത്രങ്ങൾ മാത്രമാണ്. അധോലോകത്തിൽ വസിക്കുന്ന ദേഹിക്കും ആത്മാവിനും അങ്കി ധരിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ പിശാച് മരിച്ചുപോയ ശമൂവേലിൻ്റെ വേഷം കെട്ടി വന്നത് എന്ന് വ്യക്തം. ശൗൽ ശമൂവേലിൻ്റെ ശബ്ദം കേൾക്കുന്നു, സംസാരിക്കുന്നു, എന്നാൽ നേരിൽ കണ്ടിട്ടില്ല. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. പിശാചിന് ഏതു വേഷം ധരിക്കുവാനും സാധിക്കും. മന്ത്രവാദികൾ, ലക്ഷണം പറയുന്നവർ, ജ്യോതിഷക്കാർ, വെളിച്ചപ്പാടത്തികൾ എന്നിവരിലൂടെയെല്ലാം പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പിശാചിനാൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ട് മരിച്ചുപോയവരുടെ ആത്മാക്കളാൽ സംസാരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ചവർക്ക് പുറത്തു പോകുവാൻ സാധിക്കയില്ല. മരിച്ചു പോകുന്ന ആളുകളുടെ ആത്മാക്കൾ 2 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. വിശുദ്ധന്മാർ സ്വർഗത്തിലേക്കും ദുഷ്ടന്മാർ യാതനാ സ്ഥലത്തും എത്തുന്നു. 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് കർത്താവ് ധനവാന്റെയും ലാസറിൻ്റെയും സംഭവകഥയിൽ വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട്. ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമിക്കുന്നു. ധനവാൻ താഴത്തെ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. അവർക്ക് 2 കൂട്ടർക്കും തമ്മിൽ ഇടയ്ക്ക് വലിയ ഒരു പിളർപ്പുണ്ട്. ധനവാൻ താഴെ കിടന്നുകൊണ്ട് അബ്രഹാമിനെയും അവൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും കാണുന്നു. ധനവാന്റെ നാവിനെ തണുപ്പിക്കാൻ അല്പം വെള്ളവുമായി അവൻ്റെ അടുക്കിലേക്ക് അയക്കുവാൻ അപേക്ഷിക്കുന്നു. അബ്രഹാം പിതാവിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ആദ്യത്തേത്, ലാസർ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. 2, നമുക്ക് 2 കൂട്ടർക്കും മധ്യത്തിൽ വലിയൊരു പിളർപ്പുണ്ട്. 3, ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയുകയില്ല. സ്വർഗത്തിലുള്ളവരിൽ ആരെങ്കിലും യാതനാ സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കയില്ല. അഥവാ ആരെങ്കിലും ഇച്ഛിച്ചാൽ അവർക്ക് യാതൊരു കാരണവശാലും അതിനു കഴിവില്ല. തങ്ങളുടെ സ്വന്തം കഴിവിനാൽ ആർക്കും അവിടെ നിന്ന് പുറത്തേക്ക് പോകുവാനും സാധിക്കുകയില്ല. സ്വർഗത്തിലെ പറുദീസ കാക്കുന്ന കരുത്തന്മാരായ ദൈവദൂതന്മാർക്ക് അവരെ തടയുവാൻ സാധിക്കും. അവരുടെ കാവലിൽ നിന്നും ആത്മാക്കൾക്ക് യാതൊരു കാരണവശാലും പുറത്തേക്ക് പോകുവാൻ സാധിക്കുന്നതല്ല. അവിടെ നിന്ന്, അതായത് യാതനാ സ്ഥലത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ പാടില്ല. വിശുദ്ധന്മാർക്ക് താഴോട്ട് പോകുവാൻ കഴിവില്ല. മറ്റേ കൂട്ടർക്ക് കടന്നു പോകുവാൻ പാടില്ല. ശക്തമായി വിലക്കപ്പെട്ടിരിക്കുന്നു. ആത്മാക്കളെ അവിടെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അവർ സ്വതന്ത്രരല്ല, തടവിലാണ്. യാതനാ സ്ഥലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലിലാണ്. ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതെയും അവരെ ദണ്ഡിപ്പിക്കാനും കാക്കുവാനുമായി കരുത്തന്മാരായ ദൂതന്മാരുണ്ടായിരിക്കും. അവരുടെ പിടിയിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ ആർക്കും യാതൊരു കാരണവശാലും സാധ്യമല്ല. പക്ഷേ എങ്കിലും ആദ്യം പറഞ്ഞ ആശയത്തിൽ വെളിച്ചപ്പാടത്തി ശമൂവേലിനെ വിളിച്ചപ്പോൾ അധോലോകത്തിൽ അബ്രഹാമിൻ്റെ മടിയിൽ നിന്ന് വിശ്രമിച്ചിരുന്ന ശമൂവേൽ വെളിച്ചപ്പാടത്തിയുടെ മുൻപിൽ വന്നു ശൗലിനോട് സംസാരിച്ചു എന്നുള്ള ആശയത്തിൽ നിന്ന് നമ്മൾ സംസാരിച്ചാൽ അതും ശരിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ആ പാതാളത്തിൻ്റെ താക്കോൽ പിശാചിൻ്റെ കയ്യിലായിരുന്നുവെന്നും അതുവഴി ആത്മാക്കൾക്ക് ഇതുപോലെയുള്ള മന്ത്രവാദ പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് വരുവാൻ കഴിഞ്ഞിരുന്നു എന്നും അങ്ങനെ ശമൂവേൽ പുറത്തേക്ക് വന്നു എന്നും ശൗൽ ശമൂവേലിനെ യഥാർത്ഥമായി കണ്ടു എന്നും ഒരു പഠിപ്പിക്കൽ നമുക്കിടയിലുണ്ട്.